എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിന് മുമ്പ് പങ്കാളിയുടെ മൂഡ് അറിയാം എങ്ങനെ? ഈ വിഷയമാണെന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതെ, സെക്സിന് മുമ്പ് പങ്കാളിയുടെ മൂഡ് അറിയേണ്ടത് പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. പല സമയത്തും പങ്കാളികൾ തമ്മിൽ സെക്സ് നടക്കാത്തത് മൂഡില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം. എന്നാൽ മൂഡില്ലാത്തത് എന്തുകൊണ്ടാണ്? തൻ്റെ പങ്കാളിക്ക് എന്ത് വിഷമമാണ് നേരിടുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയേണ്ടത് പങ്കാളികളുടെ കടമ തന്നെയാണ്. അതെ, ഒരിക്കലും ഒരാൾ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ സെക്സിന് ശ്രമിക്കാതിരിക്കുക. അതെ, ഇത് പിന്നീട് അടിയാവാനേ സാധ്യതയുള്ളൂ. അതെ, നിങ്ങളുടെ പങ്കാളി മറ്റെന്തെങ്കിലും ദേഷ്യത്തിലോ കാര്യങ്ങളിലോ ആണെങ്കിൽ ആദ്യം ദേഷ്യത്തിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഓപ്പൺ കോൺവെർസേഷൻ അവിടെ ഉണ്ടാക്കുക. ഇതിലൂടെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് അടുത്തറിയാൻ സാധിക്കും. അതിനായി കൂടുതലായി വേണ്ടത് ഒരു കേൾവിക്കാരനാകുക എന്നതാണ്. നല്ലൊരു ശ്രോതാവാകുക, നിങ്ങളുടെ പങ്കാളിയെ കേൾക്കാൻ. അതെ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ദേഷ്യത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ലഭിക്കും. ഇത് നിങ്ങൾക്ക് കഴിവതും പരിഹരിക്കാൻ കഴിയുന്നതും നിങ്ങൾ പരിഹരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് ഓക്കെ ആണെങ്കിൽ സെക്സിനായുള്ള ഒരു സമീപനം അവനിൽ ഉണ്ടെങ്കിൽ മാത്രം അത് തുടരുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. അതെ, നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങളുടെ പങ്കാളി ഉണ്ടാകണമെന്നില്ല. അത്തരത്തിലുള്ള പിടിവാശികൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കുന്ന പങ്കാളിയുടെ അടുത്ത് ചെന്ന് നിങ്ങൾ സെക്സിനായി നിർബന്ധിക്കരുത്. ഇതും മറ്റൊരു വിഷയം തന്നെയാണ്. അവരുടെ സങ്കടങ്ങൾ എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ചോദിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിഹാരം തേടുകയാണ് ആദ്യം വേണ്ടത്. എന്നാൽ പലരും സെക്സിന് വേണ്ടി മാത്രം ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അത് തീർത്തും തെറ്റാണ്. സെക്സിന് വേണ്ടി മാത്രം നിങ്ങളുടെ പങ്കാളിയുടെ അടുക്കൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനായി നിങ്ങൾ അടുത്തേക്ക് പോകരുത്. കാരണം ഇത് നിങ്ങൾ തമ്മിലുള്ള മാനസിക അകൽച്ചയ്ക്ക് തന്നെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് ഹാപ്പി ആക്കുക എന്നത് നിങ്ങളുടെ കൂടെ കടമയാണെന്ന് ഓർക്കുക. ഇരുവരും ഹാപ്പി ആണെങ്കിൽ മാത്രം സെക്സിനായി തുനിയുക. അല്ലാത്ത പക്ഷം ഒരാളുടെ പിടിവാശിക്ക് മറ്റൊരാൾ നിന്ന് കൊടുക്കുകയോ മറ്റൊരാളെ നിർബന്ധിക്കുകയോ ചെയ്യരുതെന്ന് മനസ്സിലാക്കുക. സെക്സ് ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ടതല്ല, പരസ്പരം ആസ്വാദനത്തിനാണെന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.